മലയാള സിനിമയും തിയേറ്ററുകളിലൊക്കെ ഒരു പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത് എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വീണ്ടും ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ്. അതായത് ഏപ്രിൽ റിലീസ് ചെയ്യുന്ന മലയാളത്തിലെ ഏറ്റവും ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ പേട്രിയറ്റ്. മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയാണ് ആ സിനിമയ്ക്കുള്ളത്. ആ സിനിമ ഒരുപാട് നാളുകളായി ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഭയങ്കര പ്രതീക്ഷയോടുകൂടി തിയേറ്ററിൽ ഏപ്രിൽ 23-നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ തിയേറ്ററുകാരും അതിൻ്റെ നിർമ്മാതാവും തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചർച്ചകൾ വരുന്നത് ഇതിൻ്റെ ഒരു തിയേറ്റർ വിഹിതത്തിനെ കുറിച്ച്, അതായത് ഈ പ്രൊഡ്യൂസർ ഷെയറും തിയേറ്റർ ഷെയറും ഒക്കെ കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ്. അപ്പം നമ്മൾ വാർത്തകളൊക്കെ കാണുന്നുണ്ട്, ഈ 60%, 40%, 50%. അപ്പം എന്താണെന്നുള്ളത് പലർക്കും വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഞാനും ഇതിനെക്കുറിച്ച് ചെറിയൊരു സ്റ്റഡി നടത്തി. അതായത് നമുക്കറിയാം, ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് വരെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സിനിമയ്ക്ക് റിസ്ക് ഉള്ളത് നിർമ്മാതാവിന് തന്നെയാണ്. അപ്പോൾ അത് എന്നും നിർമ്മാതാവിന് തന്നെയാണ് റിസ്ക്. പക്ഷെ പണ്ടൊക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80കളിലും 90കളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അന്ന് ശരിക്കും ഒരു സിനിമയുടെ എല്ലാ പവറും നിർമ്മാതാവിനായിരുന്നു. പിന്നീട് അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായി. അതായത് ഒരു സിനിമ നിർമ്മിക്കാൻ ഒരു 1 കോടി രൂപയാണ് എക്സ്പെൻസ് എങ്കിൽ, പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ആ ഒരു സിനിമ തുടങ്ങി വെക്കാനുള്ള ഒരു പൈസ മാത്രം നിർമ്മാതാവിൻ്റെ കയ്യിൽ മതി. അതായത് ഇപ്പോൾ ഒരു കോടി രൂപയാണ് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലാൻ ചെയ്യണമെങ്കിൽ അതിലെ താരങ്ങളും മറ്റണിയറ പ്രവർത്തകർ, അതിൻ്റെ സംവിധായകൻ തുടങ്ങിയവർക്കൊക്കെ ഒരു 10 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയൊക്കെ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത് അവർക്കൊക്കെ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമ തുടങ്ങി വെക്കാം. ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് ഏറ്റെടുക്കാനായിട്ട് വരും. പിന്നീട് നിർമ്മാതാവിൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പൈസ കൊടുക്കും. പലപ്പോഴും പല ഗഡുക്കളായിട്ടായിരിക്കും കൊടുക്കുന്നത്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ്, തുടങ്ങിയ ശേഷം, തീരുമ്പോൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാതാവിൻ്റെ കയ്യിൽ കാശില്ലെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പൈസ വെച്ചിട്ട് നിർമ്മാതാവിന് ആ സിനിമ ചെയ്യാം. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ പൈസ ശരിക്ക് കളക്ട് ചെയ്യുന്നത് തിയേറ്റേഴ്സിനടുത്തായിരിക്കും. ഒരു പക്ഷേ 1 കോടി രൂപയാണ് ഡിസ്ട്രിബ്യൂട്ടർ നിർമ്മാതാവിന് കൊടുക്കുന്നതെങ്കിൽ, ഒരു പക്ഷേ തിയേറ്ററിൽ നിന്ന് അഡ്വാൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ തിയേറ്റർ അഡ്വാൻസ് തിയേറ്ററുകാർ പൈസ ഇനി കൊടുക്കും. ആ ഒരു പൈസ ചിലപ്പോൾ ഏകദേശം ഒരു 1.25 കോടി വരും. അപ്പോൾ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറിന് ചിലപ്പോൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 25 ലക്ഷം ലാഭം വരാം. ഈ പറയുന്ന പ്രൊഡ്യൂസർ 1 കോടി രൂപ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നത് പ്രൊഡ്യൂസർക്ക് ഇച്ചിരി എടുക്കുന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർക്ക് അതൊരു 75 ലക്ഷത്തിന് തീർക്കാൻ പറ്റിയാൽ 25 ലക്ഷം രൂപ പ്രൊഡ്യൂസറുടെ ലാഭം കിട്ടും. ഇങ്ങനെ ഒരു രീതിയിലായിരുന്നു പണ്ടൊക്കെ സിനിമകൾ പോരുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ, ഒരു സിനിമ എന്ന് പറയുന്നത് ആ ഒരു സിനിമയുടെ മുഴുവൻ ഉത്തരവാദിത്വവും പ്രൊഡ്യൂസറുടെ കയ്യിലാണ്. കാരണം ഇന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ന് കുറവാണ്. അതായത് ഞാനൊരു വിഭാഗം എന്ന് ഉദ്ദേശിച്ചത് ഇന്ന് വളരെ അപൂർവ ആളുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് മാത്രം നിലനിൽക്കുന്നുള്ളൂ. ഇന്ന് ഇവർ തന്നെയാണ്, നിർമ്മാതാക്കൾ തന്നെയാണ് അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി. ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് നിർമ്മാതാവാണ്, അദ്ദേഹത്തിന് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അദ്ദേഹത്തിന് തിയേറ്റേഴ്സ് ഉണ്ട്. ആന്റണി പെരുമ്പാവൂർ അങ്ങനെയാണ്. ആൻഡോ ജോസഫ് നിർമ്മിക്കുന്നുണ്ട്, അദ്ദേഹം ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മലയാളത്തിൽ സുരേഷ് കുമാർ, എം രഞ്ജിത്ത്, ഇവർക്കൊക്കെ ഡിസ്ട്രിബ്യൂഷനും കൂടിയുണ്ട്. പിന്നെ തിയേറ്ററുകാർ അഡ്വാൻസ് കൊടുക്കുന്നതൊക്കെ ഇന്ന് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയ്ക്ക് അങ്ങനെ കേട്ടിരുന്നു, തിയേറ്റേഴ്സ് അഡ്വാൻസ് ഉണ്ട്. പക്ഷെ പണ്ടത്തെ പോലെയല്ല, ഇന്ന് കുറവാണ്. അതിന്റെ കാരണം സിനിമകൾ ഇന്ന് ഒരുറപ്പില്ല, വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. റിസ്ക് എലിമെന്റ്സ് വളരെ കൂടുതലാണ്. ഈ പറയുന്ന പേട്രിയറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ, ഈ ഒരു സിനിമ ഏകദേശം അപ്പോൾ പുറത്തു പറയുന്ന കണക്കനുസരിച്ചിട്ട് 130 കോടി രൂപയാണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 130 കോടി രൂപ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടാസ്ക്കാണ്. കാരണം ഒരു ഇതിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജും കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു 100 രൂപയാണ് ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എങ്കിൽ അതിലാദ്യം ടാക്സ് ഉണ്ട്, സർക്കാരിൻ്റെ ഈ GST ഉണ്ട്, എനിക്ക് തോന്നുന്നു സെസ് ഉണ്ട്, പിന്നെ ക്ഷേമനിധി, അങ്ങനെ ചെറിയ ചെറിയ തുകകൾ, ഒരു ഏകദേശം ഒരു 20 മുതൽ 25 രൂപ വരെ ടാക്സ് മാറ്റും. ബാക്കി 75 രൂപ, ഞാനൊരു അപ്രോക്സിമേറ്റ് ഫിഗർ ആണ് പറയുന്നത്, ബാക്കി 75 രൂപയിൽ ഇതിൽ ആദ്യം തിയേറ്റേഴ്സിൻ്റെ ഒരു ഷെയർ എടുക്കും. അത് കഴിഞ്ഞിട്ട് തിയേറ്റേഴ്സ് ആ പൈസ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കും. ഡിസ്ട്രിബ്യൂട്ടറുടെ ഷെയർ എടുത്തിട്ട് പ്രൊഡ്യൂസർക്ക് കൊടുക്കും. ഒരുപക്ഷെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഒരാളാണെങ്കിൽ അവർക്ക് തന്നെയാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80s-ലും 90s-ലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആദ്യം തന്നെ പ്രൊഡ്യൂസർക്ക് അഡ്വാൻസ് കൊടുത്ത്, അല്ലെങ്കിൽ പണ്ടൊക്കെ ഔട്ട്റൈറ്റ് മേടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് അന്ന് 1 കോടി രൂപയാണ് അതിൻ്റെ ഒരു, ഡിസ്ട്രിബ്യൂട്ടർ പറയുകയാണെങ്കിൽ 1 കോടി രൂപയ്ക്ക് ആ സിനിമ മുഴുവനും ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് ഒരു 80 ലക്ഷത്തിന് തീർത്താൽ 20 ലക്ഷം രൂപ ലാഭമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് റിസ്ക് എടുക്കുന്നില്ല. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് തിയേറ്റേഴ്സും അങ്ങനെ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. ഇന്ന് എല്ലാ റിസ്ക്കും പ്രൊഡ്യൂസറുടെ കയ്യിലാണ്. അതായത്
ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ട് പ്രൊഡ്യൂസർ എടുക്കുന്ന സിനിമ തിയേറ്ററിലേക്ക് വിതരണത്തിന് എടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഷെയർ ആണ്. ഈ അടുത്ത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് ജോബി ജോർജ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പൊതുവെ 5% അതായത് അദ്ദേഹം ചെയ്യുന്നത് തിയേറ്റർ പിടിച്ചു കൊടുക്കുക, അതായത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് തിയേറ്റർ പിടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് പോലും ചെയ്യുന്നത് പ്രൊഡ്യൂസറാണെന്ന്, അതായത് പോസ്റ്റോട്ടിക്കലും മറ്റു കാര്യങ്ങളും ഈ അപ്ലോഡിംഗ് ചാർജസ് ഉണ്ട്. നമുക്കറിയാം UFO ഒക്കെ ക്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യണം. ഒരു സ്ക്രീനിൽ, ഒരു തിയേറ്ററിൽ ഒരു സ്ക്രീനിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് 10,000 മുതൽ 15,000 രൂപ വരെയാണ് ഇതിന്റെ ഒരു അപ്ലോഡിംഗ് ചാർജ്, അതായത് ലൈസൻസ്. ആ ഒരു കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഡ് കിട്ടും. ആ കോഡ് വെച്ചിട്ടാണ് ഒരു തിയേറ്റർ, എല്ലാ തിയേറ്റേഴ്സിനും ഓരോ കോഡാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് 5% അല്ലെങ്കിൽ 10% ഒക്കെയാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കമ്മീഷൻ വാങ്ങുന്നത്. അതായത് ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി ആ സിനിമ ഒരു 10 കോടി രൂപ കളക്ട് ചെയ്താൽ അതിനൊരു 10 കോടി രൂപയാണ് അതിന്റെ ഷെയർ എന്ന് വിചാരിക്കുക. പക്ഷെ 10 കോടി രൂപയാണെങ്കിൽ അതിൽ 1 കോടി രൂപയാണ് ഡിസ്ട്രിബ്യൂട്ടർക്ക് ഷെയർ ആയിട്ട് വരുന്നത്. ഡിസ്ട്രിബ്യൂട്ടറുടെ ലാഭമാണത്. ഡിസ്ട്രിബ്യൂട്ടർ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല അവിടെ കാര്യമായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ പേട്രിയറ്റിന്റെ ഇഷ്യൂ വന്നിരിക്കുന്ന നോർമലി ഇന്നത്തെ ഒരു അവസ്ഥയിൽ ആദ്യത്തെ ആഴ്ച 60% സിംഗിൾ സ്ക്രീൻസ്, നമ്മൾ മൾട്ടിപ്ലക്സ് അല്ല, സിംഗിൾ സ്ക്രീൻസ് ആയിട്ടുള്ള നോർമലി തിയേറ്ററുകാരുടെ ഒരു ഡീൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും തിയേറ്ററുകാരും തമ്മിലൊരു ഡീൽ എന്ന് പറയുന്നത് ആദ്യത്തെ ആഴ്ച 60% പ്രൊഡ്യൂസർക്കും, അതായത് ഒരു കിട്ടുന്നതിൽ 60% പ്രൊഡ്യൂസർക്കും 40% തിയേറ്ററുകാർക്കും. രണ്ടാമത്തെ ആഴ്ചയാകുമ്പോൾ 55%. ആദ്യത്തെ ആഴ്ച 60% പ്രൊഡ്യൂസർക്കും 40% തിയേറ്ററുകാർക്കും ആണെങ്കിൽ രണ്ടാമത്തെ ആഴ്ച അത് 55% ആണ്. 55% പ്രൊഡ്യൂസർക്ക് പോകുന്നത്, 45% തിയേറ്റർ. മൂന്നാമത്തെ ആഴ്ചയുമ്പോൾ അതിൽ 50-50 കിട്ടുന്നതിൽ, അതായത് 100 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിൽ 50 രൂപ തിയേറ്ററുകാർ എടുക്കും, 50 രൂപ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എടുക്കും. അതിൽ ശരിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലാണ് ഈ പോകുന്നത്, ഈ പൈസ ഷെയർ പോകുന്ന. ആ ഡിസ്ട്രിബ്യൂട്ടറുടെ കമ്മീഷൻ എടുത്തിട്ടാണ് പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്നത്. ഇവിടെ പേട്രിയറ്റിന്റെ കാര്യത്തിൽ നിർമ്മാതാക്കൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ആദ്യത്തെ ആഴ്ച 60% ഓക്കെ, രണ്ടാമത്തെ ആഴ്ചയും ഞങ്ങൾക്ക് 60% ഞങ്ങൾക്ക് ഷെയർ വേണം. അതായത് 55% എന്നുള്ളത് പോരാ, ഞങ്ങൾക്ക് 60% വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഇപ്പോൾ തിയേറ്ററുകാർ സമ്മതിക്കാത്തത്. അപ്പൊ ഇതിനെതിരെയാണ് പല ആളുകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വരുന്നത്. ഇതിനെ പ്രതികൂലിച്ച് വരുന്ന ആളുകൾ പറയുന്നത്, ഇന്നലെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത്, ഇതൊരു തിയേറ്ററുകാർക്ക് വളരെ ചാകരയായിട്ടുള്ളത്. എന്തായാലും ആ ഒരു സിനിമ എന്തായാലും അതിനൊരു ഇനീഷ്യൽ പുള്ള് വരും. ഒരു വ്യാഴാഴ്ചയാണ് ആ സിനിമ ഇറങ്ങി, വ്യാഴവും വെള്ളിയും ശനി ഞായറും ഷുവറായിട്ട് ആൾ കയറിയിരിക്കും. പിന്നെ ഒപ്പീനിയൻ വന്നാൽ എന്തായാലും. അപ്പൊ തിയേറ്ററുകാർ തന്നെ ഇപ്പൊ പറയുന്നു 100% തിയേറ്റേഴ്സും അടച്ചിടുന്ന അവസ്ഥയാണ്. പല തിയേറ്ററിലും ദിവസം ഒരു ഷോയ്ക്കാണ് കളിക്കുന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് കളക്ഷൻ വരുന്നതാണ്. അപ്പൊ ഈ ഒരു 5% കണക്കിൽ എന്തിനാണ് തിയേറ്റേഴ്സ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ചിലർ പറയുന്നത്, ഇങ്ങനെ ഇപ്പോൾ സമ്മതിച്ചു കൊടുത്താൽ തിയേറ്റർ ഓണർ, ഈ പറയുന്ന അവരുടെ ഫിയോക്ക് എന്ന് പറയുന്ന അസോസിയേഷൻ, അവർ തന്നെ പറയുന്നത്, ഇന്ന് ഞങ്ങളിത് സമ്മതിച്ചു കൊടുത്താൽ നാളെ പല ആളുകളും ഇതിനെതിരെ വരും, ഇതിലേപോലെ വേണം എന്ന് പറയും. ഇതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ പ്രധാന നിർമ്മാതാവായ ആന്റോ ജോസഫ് പറയുന്നത്, ഇത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ആന്റോ ജോസഫ് പറയുന്നത്, ഞാൻ വേറെയും സിനിമകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് 2020 എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച് ത്രൂ ഔട്ട് റോൾ ചെയ്യുന്നു. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, ഇവർ ദർശന രാജേന്ദ്രൻ ഇവരൊക്കെ അഭിനയിക്കുന്നു. മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ടേക്ക് ഓഫിലൂടെയൊക്കെ വളരെ ശ്രദ്ധേയനായ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംവിധായകൻ മഹേഷ് നാരായണൻ സംവിധാനം വിവിധ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എന്തായാലും അതിന്റെ ഒരു ഹൈപ്പ് ഉണ്ട്. ആളുകൾ വെക്കേഷൻ സമയമാണ്, ആളുകൾ തിയേറ്ററിലേക്ക് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തിനാണ് തിയേറ്റേഴ്സ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നാണ് ആന്റോ ജോസഫിന്റെ. ആന്റണി പെരുമ്പാവൂരിന്റെ പ്രസ്താവന ഞാൻ കണ്ടിരുന്നു, സിനിമയ്ക്ക് നല്ലത് വരട്ടെ എന്ന്. അദ്ദേഹം സിനിമയുടെ കൂടെ നിർമ്മാതാവിന്റെ വിഷമം മനസ്സിലാക്കുന്നു. എനിക്കൊന്ന് അദ്ദേഹം തിയേറ്റർ ഓണറുമാണ്, നിർമ്മാതാവുമാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. പക്ഷെ അദ്ദേഹം നിർമ്മാതാവിന്റെ കൂടെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാലും സിനിമയ്ക്കൊരു പ്രതിസന്ധി ഇല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ആന്റോ ജോസഫ് പറയുന്നത്, ഈ സിനിമയ്ക്ക് ഒരു പ്രതിസന്ധി ഇല്ല, തിയേറ്ററുകാരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. തിയേറ്റേഴ്സ് പറഞ്ഞ, ആന്റോ ജോസഫ് ഞങ്ങളുടെ സുഹൃത്താണ്, ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരു എന്താ പറയുക, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, ഇതൊരു ഔദ്യോഗികമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലി ഉള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾ പറയുന്നതാണ് എന്നാണ് ഇതിന്റെ ഫിയോക്കിന്റെ ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഒന്ന് ഇപ്പോൾ യുദ്ധത്തിന്റെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു 2 ആഴ്ച മുമ്പത്തെ ഒരു അവസ്ഥയല്ല ഇന്ന് സിനിമയുടെ അവസ്ഥ. നമ്മൾ തന്നെ 2 ആഴ്ച മുമ്പ് മാർച്ച് 19 മുതൽ അങ്ങോട്ട് റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചും തിയേറ്റേഴ്സിന്റെ ഒരു പ്രതീക്ഷകളെ കുറിച്ച് ഈ ഫിയോക്കിന്റെ ഭാരവാഹി ശ്രീ വിജയകുമാർ പറഞ്ഞിരുന്നു, മാർച്ച് 19 ഇറങ്ങുന്ന സിനിമകൾ മുതൽ വളരെ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം ഇപ്പൊ തകിടം പറഞ്ഞിരിക്കുകയാണ്. കാരണം യുദ്ധം ഇപ്പോഴും തീർന്നിട്ടില്ല. ഗൾഫിലെ അവസ്ഥ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല, എന്നത് പഴയ പോലെ ആവും അറിയില്ല. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചിട്ട് മാർച്ച് 9 പ്ലാൻ ചെയ്തിരുന്ന ടോക്സിക് എന്ന് പറയുന്ന യഷിന്റെ സിനിമ അവർ ജൂൺ 4 മാറ്റിയിരിക്കുകയാണ്.
ദുരന്തർ 2 ഇറങ്ങുമെന്ന് തന്നെയാണ് പറയുന്നത്. ആട് 3യും ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും മാർച്ച് 19. അപ്പുറത്ത് ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ മാറി. അപ്പൊ തിയേറ്റേഴ്സും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സിനിമ മാറി. ഇനി ഏപ്രിൽ 2 ദൃശ്യവും വാഴ 2 ആണ്. അതിൽ വാഴ 2 ഇപ്പോഴും കൺഫേംഡ് ആണെന്ന് പറയുന്നത്. ദൃശ്യം 2 എന്താവും എന്നുള്ളത് അറിയില്ല. അത് പനോരമ സ്റ്റുഡിയോസ് ആണ് അതിന്റെ മുഴുവൻ റൈറ്റ്സ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവരത് ഇറക്കുമോ ഇനി അവർ കാരണം നമുക്കറിയാം മലയാള സിനിമയിൽ ശരിക്ക് ഏറ്റവും കൂടുതൽ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ എന്ന് പറയുന്നത് GCC രാജ്യങ്ങളാണ്, പിന്നെ അമേരിക്കയാണ്. GCC രാജ്യങ്ങളിൽ നടക്കാൻ നമുക്കറിയാം ഓവർസീസ് റൈറ്റ്സ് വിറ്റുപോയിട്ട് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന, അതായത് കേരളം വിട്ടതിന് ഒരുപക്ഷെ കേരളത്തെക്കാട്ടും കൂടുതൽ കളക്ട് ചെയ്യുന്നത് എനിക്ക് എമ്പുരാനൊക്കെ കേരളത്തിലെക്കാട്ടും കൂടുതൽ ഓവർസീസ് ആണ് കളക്ട് ചെയ്തതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഏകദേശം എന്തായാലും നല്ല കളക്ഷനാണ് ഓവർസീസ് എമ്പുരാനൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രതീക്ഷയുള്ള ഒരു സീസൺ ആയിരുന്നു ഈ സമ്മർ സീസൺ. പക്ഷെ അതൊക്കെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന ടോക്സിക് എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാക്കൾ KVL പ്രൊഡക്ഷൻസ്, അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനനായകൻ എന്നൊരു സിനിമയ്ക്ക് 500 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് പെട്ടുകിടക്കുന്നു. ടോക്സിക് തള്ളിക്കഴിഞ്ഞാൽ അതും പെട്ടുകിടക്കുന്നു. മലയാളത്തിൽ അവർ എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരത്തിന്റെ ഒരു സിനിമ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറെ സിനിമകൾക്ക് അവർ ഏകദേശം 1000 കോടിക്ക് മേളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമയത്ത് എന്താവും എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവരുടെ. ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ നിർമ്മാതാക്കളുടെയും പ്രശ്നം ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ. അപ്പോൾ ഓൾറെഡി യുദ്ധത്തിന്റെ ഒരു പ്രശ്നം നിൽക്കുന്നു, അതിനിടയിൽ എങ്ങനെയെങ്കിലും സിനിമകൾ ഇറക്കി എങ്ങനെയെങ്കിലും കളക്ട് ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ കണക്കുകളൊക്കെ പറഞ്ഞ് തർക്കിക്കണോ സിനിമയെ വീണ്ടും പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് ചലച്ചിത്ര മേഖല പ്രവർത്തിക്കുന്നവർ, ഈ സംഘടനകൾ എല്ലാവരും തന്നെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒന്നാണ്.